വൃന്ദാവനത്തില് ഒരു ഗോപിക ഇങ്ങനെ കേമായിട്ട് വെണ്ണ കളഞ്ഞുകൊണ്ടിരിക്കുക. തൈര് കളയണു വെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട്. അവളുടെ ശ്രദ്ധ വേറെ എവിടെയുമാണ്. കണ്ണന്റെ പൊന്നു പാദസരങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ പൊന്നോടക്കുഴലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. കണ്ണനെ കാണാണ്ടായപ്പോ അടുത്ത ഭവനത്തിലേക്ക് വിളിച്ചു ചോദിച്ചു, അവിടേക്ക് കണ്ണൻ വന്നോ? ഇല്ല. എന്താ കാരണം എന്നല്ലേ? തലേ ദിവസം ആ ഗോപികമാരെല്ലാവരും കൂടി യശോദമ്മയുടെ അടുത്ത് പോയപ്പോ അവൾ പറഞ്ഞു, കണ്ണനെ കൊണ്ടുള്ള ശല്യം സഹിക്കണില്ല കേട്ടോ, എന്നും വെണ്ണയും മോരും പാലും ഒക്കെ കട്ട് കുടിക്കുക കണ്ണെന്ന്. അമ്മ ചോദിച്ചു, എന്തിനാ കണ്ണ എങ്ങനെ ചീത്ത കേൾപ്പിക്കണേ? നിനക്ക് അടങ്ങിയിരുന്നൂടെ? കണ്ണൻ തീരുമാനിച്ചു നാളെ മുതൽ പോണില്ലാന്ന്. അവര് വെണ്ണയും തൈരും മോരും പാലും ഒക്കെ ഉണ്ടാക്കണത് വിൽക്കാൻ മാത്രമല്ല, അവരുടെ കണ്ണന് കട്ടുകുടിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. കണ്ണൻ വരാണ്ടായപ്പോ അവർ കരഞ്ഞുകൊണ്ട് കണ്ണനോട് ചോദിച്ചു, കണ്ണ നിനക്ക് കക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാ കണ്ണ ഞങ്ങൾ വെണ്ണയും തൈരും ഒക്കെ ഉണ്ടാക്കി വെക്കണേ? ആ ഗോപികയോട് കണ്ണൻ പറഞ്ഞു, ഞാൻ മോഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് വല്ലാണ്ട് വിഷമാവുക. കാരണം നിങ്ങൾ എന്റെ സ്വന്തം ആൾക്കാരാണെന്നാ എന്റെ വിചാരം. ആ ഗോപി ഭവനങ്ങളൊക്കെ, ഗോപന്മാരുടെ ഭവനങ്ങളൊക്കെ എന്റെ ഭവനാണെന്ന് എന്റെ വിചാരം. അവിടുന്ന് ഞാനിങ്ങനെ കട്ടുകുടിക്കുക. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയപ്പോ സങ്കടമായി പറഞ്ഞു. പിന്നെ കണ്ണൻ പറയാൻ പുറപ്പെട്ടതൊന്നും പുറത്തേക്ക് കേട്ടില്ല. കാരണം ആ ഗോപിക കണ്ണനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവര് വെണ്ണയും തൈരും ഒക്കെ വിൽക്കാൻ പോകുമ്പോ വെണ്ണ വേണോ ചോദിക്കാൻ മറന്നിട്ട് അവര് കണ്ണനെ വേണോന്നാ ചോദിക്കണത്. അവരുണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ, ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അകത്തും പുറത്തും ആ കൃഷ്ണൻ മാത്രമായിരുന്നു, കണ്ണൻ മാത്രമായിരുന്നു.